ആമേൻ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു വൈകിയ വേളയിൽ കൂടെ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുമായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഈ നല്ല സമയം നമുക്ക് അവസരം നൽകിയല്ലോ. വചനം പറയുന്നത് പോലെ, അതിലുപരിയായി കാലം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, കർത്താവിൻ്റെ വരവേറ്റവും അടുത്തുകൊണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, പ്രത്യാശയോടെ ലോകത്തിലേക്ക് നോക്കുവാൻ കാരണങ്ങളില്ലാതിരിക്കുമ്പോൾ എല്ലാവരും നിരാശയിൽ ആയിരിക്കുന്ന അനുഭവത്തിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടായിരിക്കുന്നത്. മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെല്ലാം കഠിനമായ വേദനകളിലൂടെ സഞ്ചരിക്കുന്നു. പത്രം തുറന്നാൽ, ടി വികളിൽ വാർത്തകൾ കണ്ടാൽ, സോഷ്യൽ മീഡിയ ഹെഡിങ്സുകളിലെല്ലാം കാണുന്നത് ഇന്ന സ്ഥലത്ത് മകൻ അമ്മയെ വെട്ടിക്കൊന്നു, ഉറങ്ങിക്കിടന്ന അപ്പനെ കൊന്നു, സാത്താൻ സേവക്കാരനായ മകൻ മാതാപിതാക്കളെ കൊന്നു, സഹോദരങ്ങളെ കൊന്നു, കാമുകൻ കാമുകിയെ മണ്ണെണ്ണ ഒഴിക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു. കൊലപാതകങ്ങളും ഒരു വിധത്തിലും ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത കൊടും ക്രൂരതകളും കൊടികുത്തി വാഴുന്ന, സ്നേഹം കണ്ടെത്തുവാൻ പോലും കഴിയാതെയായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുവാൻ എന്താണുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാനും ചിന്തിക്കാറുണ്ട്. നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കുവാനുണ്ടോ? നല്ലതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? അവിധത്തിൽ ലോകത്തിലേക്ക് പ്രതീക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇന്ന് വളരെ ആശ്വാസമല്ലെങ്കിലും സ്നേഹത്തിൻ്റെതായ ഒരു വാർത്ത കേൾക്കുവാനായി കഴിഞ്ഞു. അതും അവസാനം ദുഃഖം തന്നെയാണ്. മാതാവ് ആത്മഹത്യ ചെയ്ത സങ്കടം സഹിക്കുവാൻ കഴിയാതെ അമ്മയില്ലാത്ത ലോകത്ത് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് പ്രായപൂർത്തിയായ 2 മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. ആമേൻ. വേദനയാണെങ്കിലും സന്തോഷം, ആമേൻ, സ്നേഹം നഷ്ടപ്പെടാത്ത ചിലതെങ്കിലും ഈ ലോകത്തിലുണ്ട്. പറഞ്ഞതിനർത്ഥം ഇത്രമാത്രം: നമ്മളെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രം ചുറ്റുപാടും സംഭവിക്കുമ്പോഴും നല്ലത് ശേഷിക്കുന്നുണ്ട്, നല്ലത് ശേഷിപ്പായുണ്ട്. ആ നല്ലതിലേക്ക് ഭക്തനെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ വൈകുന്നേരവും അവിധത്തിൽ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിലത്രേ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. തെറ്റിപ്പോയിട്ടില്ല. ഈ ലോകം നല്ലത് തരുവാൻ മടിക്കുമ്പോഴും ഈ നല്ലത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടവരത്തില്ല എന്ന് ലോകവും മനുഷ്യനും പിശാചും ഒരുപോലെ വാദിക്കുമ്പോഴും നല്ലത് തരാമെന്ന് വിളിച്ച് നല്ലതിലേക്ക്, നന്മയിലേക്ക് നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ ഇന്ന് രാത്രിയിലും നമ്മളായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ കേൾക്കുന്ന ദേശമേ, ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, അയ്യം വിളിക്കേണ്ട. നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ യേശുവിനെ കഴിയും. ലോകത്തിന് തരുവാൻ കഴിയാത്ത നല്ലത് നന്മയായി നിങ്ങളുടെ ജീവിതത്തിന് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തെ നൽകുവാൻ ദൈവത്തിന് കഴിയും. പകരം പ്രതീക്ഷിക്കുവാനില്ലാത്ത സ്നേഹത്തെ നൽകുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി എനിക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും, നമുക്ക് തെറ്റിപ്പോയിട്ടില്ല. നമ്മൾ ശരിയായ സ്ഥാനത്ത്, ശരിയായവൻ്റെ അടുക്കൽ ആയിരിക്കുന്നു. നിശ്ചയമായും ശരിയായത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും. ആമേൻ. സന്തോഷമുണ്ട്. ഈ വൈകിയ വേളയിലും ദൈവസന്നിധിയിൽ നിങ്ങൾക്കൊപ്പമായിരിക്കുമ്പോൾ നമുക്ക് മുമ്പേ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച നിരവധി പേർ ഈ ലോകത്തിലുണ്ടായിരുന്നു. അവർ ദോഷം മാത്രം കൊടുക്കുന്ന ലോകത്തിന് മധ്യത്തിലും നല്ലത് അനുഭവിച്ചു എങ്കിൽ, അവർക്ക് കിട്ടിയ നല്ലതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും വിളിച്ചു പറയട്ടെ, നമ്മുടെ മുൻപോട്ടും നല്ലത് തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. ഈ ലോകം തരത്തില്ല എന്ന് പറയുന്ന സന്തോഷം നമുക്ക് തരുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ തലമുറകളെ അനുഗ്രഹമാക്കി നമുക്ക് തരുവാൻ ദൈവത്തിന് കഴിയും. കാരണം വചനം പറയുന്നു, തലമുറകൾ ഭക്തന്റെ അവകാശമാണ്. ഇന്ന് ഈ വൈകിയ വേളയിലും ആമേൻ, മക്കളെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ, ഒരു അപ്പനായി ഇന്നലകളിൽ ന്യൂസ് ഹെഡ്ലൈൻസുകൾ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന വേദന ഇതാണ്: എങ്ങനെ വളർന്നു വരുന്ന മക്കൾ ആയിത്തീരും? നമ്മുടേതുൾപ്പെടെ വളർന്നു വരുന്ന മക്കൾ നാളെ എങ്ങനെ ഈ ലോകത്തിൽ അവർ ജീവിക്കും? അവരുടെ സ്നേഹവും നഷ്ടപ്പെട്ടു പോകുമോ? അവരും ആമേൻ പ്രതീക്ഷയും പ്രത്യാശയും മറ്റവരായി കൊല്ലുന്നവരും ചാകുന്നവരുമായി മാറുമോ? എന്നാൽ ഇന്ന് ആമേൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ
സംശയത്തിന് ഇട നൽകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ആമേൻ, സ്തോത്രം. തലമുറകളെ നോക്കിയല്ല, നമ്മെ നോക്കി തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞതിന് തുടർച്ചയായി വിളിച്ചു പറയട്ടെ. ആമേൻ. എങ്ങനെയൊക്കെ മറിച്ചും തിരിച്ചും നോക്കിയാലും, എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിയാലും, സത്യമായും വിശുദ്ധ വേദപുസ്തകം സാക്ഷി നിർത്തി പറയുന്നു, ദാവീദിന്റെ കുടുംബത്തിനകത്ത് നല്ലതൊന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. ദാവീദിന്റെ കുടുംബത്തിനകത്ത് ദാവീദിനൊപ്പം പേര് ചേർത്ത് പറയുവാൻ തക്കവണ്ണം നല്ലതൊന്നുമില്ല. അവിധത്തിൽ നല്ലതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും കേൾക്കണമേ, ദാവീദിനോട് ചെയ്ത നിയമമോർത്ത് തലമുറകളെ സിംഹാസനത്തിലിരുത്തി തലമുറകളെ നിത്യകാലത്തേക്ക് കരുതി വയ്ക്കുമാറാക്കിയ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയ മാതാവേ, പിതാവേ, പ്രിയ ദേശമേ, കേൾക്ക്. നിന്റെ തലമുറകളെ ഇന്നും നിലനിർത്തുവാനും വഴി നടത്തുവാനും നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നത് വെറുതെയല്ല, നീ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം വേർതിരിക്കുന്നത് വെറുതെയല്ല. ലോകമുഖങ്ങളിലും കൂത്തുകാഴ്ചകളിലും വെറിക്കൂത്തുകളിലും നിന്നെ തന്നെ നശിപ്പിച്ചു കളയാതെ ദൈവസന്നിധിയിൽ നീ നിലവിളിക്കുന്നത് വെറുതെയല്ല. നിനക്ക് പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതെ, നിന്റെ തലമുറകൾ എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ നിനക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആമേൻ, കിട്ടുന്ന അവസരം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. കർത്താവിനൊപ്പം ആയിരിക്കുവാൻ ലഭിക്കുന്ന അവസരം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. എത്ര നാൾ, എത്ര സമയം മുമ്പൊക്കെ ആമേൻ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, കേൾക്കുമ്പോൾ ചിരി വന്നിട്ടുണ്ട്. സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. അധിക കാലം ആമേൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ആമേൻ പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കഴിയത്തില്ല. എന്നാൽ ഇന്ന് ലോകം ഒരു വിരൽ തുമ്പിലേക്ക് ചുരുളുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായി കഴിയും, വിശ്വാസികൾക്ക് ജീവിക്കുവാൻ കഠിനതയേറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസവും അവിധത്തിലൊരു വാർത്ത നമ്മൾ കണ്ടുവല്ലോ. 70 പേർ കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. എന്ത്? കൊലപാതകം ചെയ്തിട്ടല്ല, പീഡിപ്പിച്ചിട്ടല്ല, മോഷ്ടിച്ചിട്ടല്ല, കൈക്കൂലി വാങ്ങിയിട്ടല്ല, ജീവനുള്ള ദൈവത്തെ വിളിച്ചതുകൊണ്ട്, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചതുകൊണ്ട്. അങ്ങനെയെങ്കിൽ നാളെ നമ്മുടെ കഴുത്തിനുമേൽ കത്തിവെക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ തക്കവണ്ണം പിശാചിനാൽ പിടിക്കപ്പെട്ട ജനം കടന്നു വരുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് കിട്ടിയ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. എത്ര നേരം ദൈവസന്നിധിയിലായിരിക്കുവാൻ കഴിയുമോ, എത്ര നേരം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ, എത്ര നേരം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമോ, ഇന്ന് എനിക്ക് കിട്ടുന്ന സമയം വിളിച്ചു പറയുവാൻ മടിക്കരുത്. കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കാതിരിക്കത്തില്ല, ഞാൻ നിന്നെ ആരാധിക്കാതിരിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല, ഞാൻ വചനം ധ്യാനിക്കുവാൻ ഇരിക്കത്തില്ല. ഇന്ന് അതെൻ്റെ സത്യമാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞാൻ ജീവനുള്ളവരുടെ ദേശത്തിലായിരിക്കുന്നു, അത് സത്യമാണ്. ഈ സമയത്തെ ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ല, ഈ സമയത്തെ ഞാൻ പാഴാക്കി കളയത്തില്ല. ഈ സമയത്തിനൊരു പ്രതിഫലമുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പ്രിയ അമ്മമാരെ, ഈ സമയത്തിനൊരു പ്രതിഫലമുണ്ട്. നീ നഷ്ടപ്പെടുത്തി കളയാത്ത ഈ സമയത്തിനൊരു പ്രതിഫലമുണ്ട്. നീ പാഴാക്കി കളയാത്ത ഈ സമയത്തിനൊരു പ്രതിഫലമുണ്ട്. നീ വേണ്ടെന്ന് വയ്ക്കാത്ത ഈ സമയത്തിനൊരു പ്രതിഫലമുണ്ട്. നിശ്ചയമായും നീതിയുള്ളവൻ, അനീതി പ്രവർത്തിക്കാത്തവൻ, വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്തവൻ പ്രതിഫലം നൽകി മാനിക്കുക തന്നെ ചെയ്യും. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. ചില കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അല്പമായി ധ്യാനിച്ചു പിന്നെയും ഈ വൈകിയവേളയിലും പ്രാർത്ഥിച്ചു പിരിയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം, അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബീ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ സ്തോത്രം ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ആമേൻ. റബീ, ആമേൻ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ആരാണ് ചോദിച്ചത്? ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, യേശുവേ, ഞങ്ങൾ മുൻപിൽ കാണുന്ന ഇവൻ ഉണ്ടല്ലോ, പിറവിയിലെ കുരുടനെന്ന് ഞങ്ങൾ അറിയുന്ന ഈ മനുഷ്യൻ ഉണ്ടല്ലോ, ഇവൻ അവൻ പിറവിയിലെ കുരുടനായി ഈ ഭൂമിയിൽ പിറക്കുവാൻ തക്കവണ്ണം പാപം ചെയ്തത് ആരാണ്? അവൻ. അവരുടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ, കാരണം അറിയണം. ആമേൻ, സ്തോത്രം. ഇവന്റെ വീഴ്ചയുടെ കാരണം അറിയണം, ഇവന്റെ തകർച്ചയുടെ കാരണം അറിയണം, ഇവന്റെ പരിതാപകരമായ അവസ്ഥയുടെ കാരണം അറിയണം. ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിനക്ക് കണ്ണുനീരിന് കാരണമാകും
പ്രധാനമാകുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ലോകത്തിന് അറിയേണ്ടത് ഒന്നേ ഒന്ന് മാത്രം. നീ കരയുന്നതിന് പിന്നിലെ കാരണമെന്ത്? നീ എന്തുകൊണ്ടാ കരയുന്നത്? എന്തുകൊണ്ടാ നിന്റെ കുടുംബത്തിനകത്ത് ഈ തകർച്ച? എന്തുകൊണ്ടാ ഈ നിലവിളി? എന്തുകൊണ്ടാ ഈ പ്രശ്നം? എന്തുകൊണ്ടാ ഈ പ്രതികൂലം? എന്തുകൊണ്ടാ ഈ വെല്ലുവിളി? എന്തുകൊണ്ടാ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം? എന്തുകൊണ്ടാ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രശ്നം? എന്തുകൊണ്ടാ നീ ചതിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാ നീ വഞ്ചിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാ നീ ഒറ്റപ്പെടുത്തപ്പെടുന്നത്? എന്തുകൊണ്ടാ നീ മാറ്റി നിർത്തപ്പെടുന്നത്? ലോകത്തിന് അറിയേണ്ടത് കാരണമാ. ആമേൻ. മനുഷ്യരോട് മാത്രമല്ല, അവൻ ദൈവത്തോടും ചോദിച്ചെന്നിരിക്കും. ഒരുപക്ഷേ ഭക്തരായി, ആമേൻ, വിശുദ്ധമതികളായി നമ്മൾ കാണുന്നവർ നമ്മുടെ കഷ്ടത ദീർഘനാൾ കേട്ടുകൊണ്ടിരുന്നാൽ അവരും ചോദിക്കും, അയ്യോ കർത്താവേ, കണ്ട് കേട്ട് ഞാൻ മടുത്തായിരിക്കുന്നുവല്ലോ. ഇതെന്താണ്? ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുവാൻ കാരണം എന്താണ്? നമ്മൾ ചോദിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ എങ്കിൽ നല്ലത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരുവനെ നമുക്കറിയാമല്ലോ. കഷ്ടത സമം ഇയ്യോബ് എന്ന് വേദപുസ്തകം പഠിപ്പിച്ച മനുഷ്യന്റെ അടുക്കൽ കടന്നു വരുന്നവർ കഷ്ടതയുടെ കാരണം ചോദിക്കുക മാത്രമല്ല, ആ കാരണം കണ്ടെത്തി നീതിമാൻ എന്ന് ദൈവവും ആമേൻ മനുഷ്യനും പിശാച് പോലും സാക്ഷ്യം പറഞ്ഞവന് നേരെ വിരൽ ചൂണ്ടി, നീ പാപിയാണ്, നീ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ കുടുംബത്തിൽ നീ പാപിയാണ്, നിന്റെ തലമുറയിൽ നീ പാപിയാണ്, ഞങ്ങളുടെ മധ്യത്തിൽ നീ പാപിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ അനുഭവത്തെയും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിഷയത്തിലേക്ക് തിരികെ വരട്ടെ. ആമേൻ. ശ്രദ്ധിക്കണമേ, ശിഷ്യന്മാരുടെ ആവശ്യം ഇതാണ്. ഇവന്റെ കുരുടിന് കാരണം എന്താണ്? ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ആമേൻ. അവിടെ യേശുവിന് പറയുവാനുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആമേൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ലോകം ചോദിക്കുന്ന ആമേൻ കാരണം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ എൻ്റെ യേശുവിന് താല്പര്യമില്ല. അതാണ് എനിക്ക് യേശുവിനോടുള്ള സ്നേഹം. ആമേൻ. ഇന്നും ഭക്തമതികൾ അനേകർ യേശുവിനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെ. കാരണം പറഞ്ഞ് നമ്മെ എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിലോട്ട് എടുത്തിടുവാൻ യേശുവിന് താല്പര്യമില്ല. മറുപടി മനോഹരമായി 3-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. പാപമോ പാപമില്ലായ്മയോ കാരണമല്ല, ദൈവപ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിവാകേണ്ടതിനത്രേ. ദൈവപ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിവാകേണ്ടതിനത്രേ. ഞാൻ ഇങ്ങനെ പറയും, എടാ ശിഷ്യന്മാരെ, ഇതുവരെ എൻ്റെ കൂടെ നടന്നിട്ട് നിനക്കൊക്കെ മനസ്സിലായില്ലേ? അവൻ എൻ്റെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്നു. ഇനി അവൻ്റെ അപ്പൻ ചെയ്ത പാപമല്ല, അവൻ്റെ അമ്മ ചെയ്ത പാപമല്ല, അവൻ്റെ കുടുംബത്തിൽ തലമുറയായി വെളിപ്പെട്ടു നിൽക്കുന്ന പാപമല്ല, ശാപമല്ല. ഇവന്റെ കുരുടിന് കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ കാരണമായിരിക്കുന്നു. കാരണം ഇതാ ഇവൻ യേശുവിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, നിങ്ങൾ യേശുവിന്റെ അടുക്കലായിരിക്കുന്നു. കാരണം തേടി തെണ്ടി നടക്കുന്നവർ തെണ്ടി നടക്കത്തേയുള്ളൂ. നീ യേശുവിന്റെ അടുക്കലായിരിക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ, നിന്റെ കണ്ണുനീർ ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, നിന്റെ നിരാശ, നീ ഇതായിരിക്കുന്ന തകർക്കപ്പെട്ട അവസ്ഥ, നീ ഇതായിരിക്കുന്ന വേദനിക്കുന്ന അവസ്ഥ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന ദേശമേ, സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, അതേ സഹോദര, ഈ കണ്ണുനീർ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനത്രേ. ജോലി സ്ഥലത്ത് പ്രശ്നം ഉയരുമ്പോൾ അതേ സഹോദര, സഹോദരി, ഒപ്പമുള്ളവർ കാരണം കണ്ടെത്തുവാൻ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടത് സംഭവിച്ചു? നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ കാരണം കണ്ടെത്തുവാൻ ലോകം മത്സരിക്കും. അവൻ നീ ഒരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ കാരണം കണ്ടെത്തുവാൻ ലോകം മത്സരിക്കും. അവർക്ക് കാരണം അറിഞ്ഞാൽ മാത്രം മതി. ഒരു കഷ്ടത ഉണ്ടെങ്കിൽ കാരണം അറിഞ്ഞാൽ മാത്രം മതി. എന്തിനാണ് കാരണം അറിയുന്നത്? മാറി നിന്ന് കുറ്റപ്പെടുത്തുവാൻ വേണ്ടി. ആമേൻ. അവർക്ക് അറിയേണ്ടത് കാരണമാണ്, മാറി നിന്ന് കുറ്റപ്പെടുത്തുവാൻ വേണ്ടി. കേൾക്കണമേ, യേശുവിന്റെ മുമ്പിൽ അവൻ വന്നു പെട്ടോ, ഇനി അങ്ങനെ കൊത്തിപ്പറിക്കുവാൻ അവനെ യേശു ഇട്ടുകൊടുക്കത്തേയില്ല. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും നിന്നെ കൊത്തിപ്പറിക്കുവാൻ കാരണം അന്വേഷിച്ച് നിന്റെ ഇന്നലകളെ ചികഞ്ഞു നോക്കി, നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ചികഞ്ഞു നോക്കി, പരാജയത്തെ ചികഞ്ഞു നോക്കി, കൊത്തിപ്പറക്കുവാൻ കഴുകൻ കണ്ണുകളോടെ കൂട്ടം കൂടുന്നവരുടെ മധ്യത്തിൽ എൻ്റെ യേശു നിന്നെ ഇട്ടുകൊടുക്കത്തില്ല. നീ ശിഷ്യന്മാരുടെ മധ്യത്തിലല്ല, നീ ലോകത്തിന്റെ മധ്യത്തിലല്ല, നീ എൻ്റെ യേശുവിന്റെ അടുക്കല. എൻ്റെ യേശു ആമേൻ നിന്റെ കണ്ണുനീരിന് കാരണമായ അവസ്ഥയെ മാറ്റുകയാ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ആ കാരണത്തിന് പ്രസക്തിയില്ലാതായി തീർന്നു. ആമേൻ. നമ്മൾ പല കാരണങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുക. നമുക്ക് തന്നെ അറിയാം,
വീഴ്ചയുണ്ടായെങ്കിൽ, ആമേൻ, തകർച്ച വന്നുവെങ്കിൽ, സങ്കടം വന്നുവെങ്കിൽ, കണ്ണുനീർ വന്നുവെങ്കിൽ, കാരണങ്ങൾ പലതുണ്ട്. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കാരണങ്ങൾ പലതുണ്ട്. ആ കാരണങ്ങളിൽ തട്ടി വീണ് ചുറ്റിയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, കാരണം അവിടെ നിൽക്കട്ടെ, നമ്മൾ യേശുവിൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. ആ കാരണത്തിന് ഇനി നമ്മെ കരയിപ്പിക്കുവാൻ കഴിയത്തില്ല. ഓ താങ്ക് യു ലോർഡ്. ഇനി ആ കുരുടനെ, ആ കാരണത്തിന് അവിടെ തളച്ചിടുവാൻ കഴിയത്തില്ല. പിറവിയിലേ കുരുടനെന്ന, ജനിച്ചപ്പോഴേ ശപിക്കപ്പെട്ടവനെന്ന, അവൻ ചെറുപ്പത്തിലേ ശാപമാണെന്ന, അവൻ ഒരു കാലത്തും ഗുണം പിടിക്കാത്തവനെന്ന, ഒരു കാലത്തും ആമേൻ കേട്ട് കേട്ട് മടുത്തു, നീ ഒരു കാലത്ത് രക്ഷപ്പെടത്തില്ല എന്ന്, നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല എന്ന്, നീ എവിടെ പോയാലും നന്നാകത്തില്ല എന്ന്, നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും നല്ലതൊന്നും ഉണ്ടാകത്തില്ല എന്ന് കേട്ട് കേട്ട് മടുത്ത് ജീവിതം മുഴുവൻ നീ കണ്ണുനീരിലും നിലവിളിയിലും നിരാശയിലും തുടരുമെന്ന് വാദിച്ചു നിൽക്കുന്ന ചില കാരണങ്ങളെ ഇന്ന് പകലിൽ മാറ്റി ദൈവപ്രവൃത്തിയുടെ അനുഭവമാക്കി മാറ്റുവാൻ യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ റാധേരേ ശന്താർഗന. ആമേൻ. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, വേദപുസ്തകത്തിൽ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച്, ഓരോ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോഴും അതിന് പിന്നിൽ പാപത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായി കഴിയും. കുഷ്ഠം എന്നാൽ പാപത്തിൻ്റെ ശമ്പളമെന്ന് കാണുവാൻ കഴിയും. കുരുടം പാപത്തിൻ്റെ ശമ്പളമെന്ന് കാണുവാനായി കഴിയും. അഥവാ പിശാചിൻ്റെ പ്രവൃത്തിയുടെ ഫലമെന്ന് കാണുവാനായിട്ട് കഴിയും. പാപം എവിടെയുണ്ടോ അവിടെ പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തി എവിടെയുണ്ടോ അവിടെ കണ്ണുനീരും പല്ലുകടിയും ഞെരിച്ചിലും കരച്ചിലും ഉണ്ട്. ആമേൻ. ശ്രദ്ധിക്കണമേ, അവിധത്തിൽ ആമേൻ, അന്ന് വരെ ആ മനുഷ്യനെ കാണുന്നവരെല്ലാം അവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ അവൻ്റെ കുടുംബത്തിൻ്റെയോ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന ചിലതിൻ്റെയോ കാരണങ്ങളായി അവൻ്റെ കരച്ചിലിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നിരിക്കാം. ആമേൻ. അവിധത്തിൽ വ്യാഖ്യാനത്തിന് വേണ്ടിയായിരിക്കാം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്. ക്ലാരിറ്റി ഒന്ന് വരുത്താം. ആമേൻ. യേശു പറഞ്ഞു തന്നതാണ് ശരിയായ കാരണമെന്ന് നാളെ നാലാൾ കൂടുന്നിടത്ത് നിന്ന് പറയാമല്ലോ. ആമേൻ. പലരും അവിധത്തിലൊക്കെ പ്രവചിച്ച് കളയാറുണ്ട്. യേശു എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഇതൊന്നുമല്ല കാരണം, ഇവൾ കരയുന്നുവെങ്കിൽ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആ സഹോദരി വളരെ സങ്കടത്തോടെ തൻ്റെ തകർന്നു പോയ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. ആ സഹോദരി വേദനയോടെ പറഞ്ഞത് ഇതാണ്: ദൈവദാസനെ, ഒരു പാസ്റ്ററോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ആമേൻ, ആമേൻ, സ്തോത്രം. അദ്ദേഹം എന്നോട് പ്രവചിച്ച് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, ആമേൻ, എൻ്റെ ജീവിതത്തിൽ വന്നൊരു വലിയ, ആമേൻ, ആമേൻ, ഒരു വിഷയം, ഒരു സ്തോത്രം, ഒരു കാരണം അദ്ദേഹം പ്രവചിച്ചു പറഞ്ഞു. ആ സ്തോത്രം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ആ കാരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് നീ കരയുന്നത് കൊണ്ട് ഈ കണ്ണുനീർ തോരത്തില്ല, ഇതിൽ തന്നെ തുടരേണ്ടി വരും. ആമേൻ, സ്തോത്രം. നിനക്കിനി ഹോപ്പില്ല, നീ ഈ അവസ്ഥയിൽ തന്നെ തുടരും. ആ സഹോദരി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഇങ്ങനെ പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി, എന്നെയും ആ പാസ്റ്ററോടൊപ്പം ചേർത്ത് പറയണ്ട. ആമേൻ. നിങ്ങൾ അദ്ദേഹത്തെ പാസ്റ്റർ എന്ന് പറയുന്നുവെങ്കിൽ എന്നെ പാസ്റ്റർ എന്ന് പറയേണ്ട, രതീഷേ എന്ന് വിളിച്ചാൽ മതി. എനിക്ക് ആ വിളി കേൾക്കാനാണ് ഇഷ്ടം. ആമേൻ. യേശു അങ്ങനെ പണി നിർത്തി പോയെന്ന് പറയുന്നവനൊന്നും ദൈവത്തിന്റെ ദാസനല്ല, ദൈവത്തിന്റെ ഭൃത്യനുമല്ല. ആമേൻ, സ്തോത്രം. അത് മനുഷ്യൻ പറയുന്നതാണ്. നീ ഏത് കുഴിയിൽ കിടന്നാലും വലിച്ചു കയറ്റുവാൻ ചങ്കുറപ്പുള്ള, ഓ രാധാരാശിയാരധരെ ശാന്താരകന, ഞാൻ പറയും, ചങ്കിൽ ചോരയുള്ള ഒരു കർത്താവ് എനിക്കും നിനക്കുമുണ്ട്. ആമേൻ. നീ കിടക്കുന്ന ഏത് കുഴിയിലായിരുന്നാലും അത് തിരിച്ചറിഞ്ഞിട്ട് ആ ദാവീദ് വിളിച്ചു പറഞ്ഞ്, യേശുവേ, ഞാൻ ഏറ്റവും ആഴത്തിലാ, ഇത് കുഴഞ്ഞ ചേറ, ഞാൻ കാല് വെച്ച് കയറാൻ നോക്കുന്നോറും ഞാൻ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നൊരു നിലവിളി, ആഴത്തിൽ നിന്നൊരു നിലവിളി, ആ ആഴത്തിൽ ഇട്ട് കളയാതെ വലിച്ചു കയറ്റിയൊരു ദൈവം, ആ ദൈവത്തെ സാക്ഷി നിർത്തി ഇന്ന് പകലും വിളിച്ചു പറയട്ടെ. ആമേൻ. നിന്റെ ആ കാരണങ്ങളിൽ നിന്നെ ഇട്ട് കളയുന്ന ഒരു ദൈവമല്ല, നിന്റെ കാരണങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊത്തിപ്പറിക്കുവാൻ ഇട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. ആമേൻ. മറ്റുള്ളവരെ പോലെ നിന്റെ കാരണങ്ങൾ എണ്ണി പറഞ്ഞ് നിന്റെ വീഴ്ചകളുടെ കണക്കെടുപ്പ് നടത്തി, ഓ റാധേരേ ശാന്താരകന, കൊത്തിപ്പറിക്കുവാൻ ഇട്ടുകൊടുക്കുന്ന ദൈവമല്ല, നിന്റെ തലമുറകളെയും ഇട്ടുകൊടുക്കുന്ന ദൈവമല്ല. കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവം. ഓ തിരിച്ചറിയുന്നവർ, ഓ ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഓ ശാഖാരാധരേ ശാന്താർഗൻ, യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ. ഓ രാധാരാശി ആരാധരേ ശാന്താർഗൻ, യേശുവിൻ നാമത്തിൽ, ആമേൻ.
ഹല്ലേലൂയ, സ്തോത്രം. കാരണം ആ കാരണം അതൊരു വിഷയമാണ്. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചില കാരണങ്ങളുടെ ആനുകൂല്യങ്ങൾ പോലും പറ്റിയിട്ടുള്ളവനാണ് ഞാൻ. ആമേൻ. ലോകപ്രകാരം ജീവിച്ച, ലോക വഴികളിൽ നടന്ന് ഇടറിപ്പോയ കാലുകളോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് പലരും പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിലല്ലേ അവൻ ജനിച്ചത്, അപ്പോൾ ഇങ്ങനെ ആയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ആമേൻ. കാരണം ആമേൻ, ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ്റെ മകനായി ജനിച്ചാൽ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇങ്ങനെയൊക്കെ നടക്കുന്നവൻ ഇങ്ങനെയൊക്കെ കിടന്നില്ലെങ്കിലേ ആമേൻ അത്ഭുതമുള്ളൂ. ഇതൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. അത് യാഥാർത്ഥ്യമായിരുന്നു കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ആമേൻ. വഴിവക്കിൽ അത് യാഥാർത്ഥ്യമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആശുപത്രി ബെഡിൽ യാഥാർത്ഥ്യമായി ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. കൂട്ടുകാരുടെ മധ്യത്തിൽ, അടിക്കൂട്ടങ്ങളുടെ മധ്യത്തിൽ, മദ്യപാനികളുടെ കൂട്ടത്തിന് മധ്യത്തിൽ ഞാനത് യാഥാർത്ഥ്യമായി അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുരുടൻ, പിറവിയിലെ കുരുടൻ, ഇവൻ ഒരു ദിവസം യേശുവിൻ്റെ മുമ്പിൽ പെട്ടതുപോലെ ഒരു ദിവസം യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടു. ആമേൻ, സ്തോത്രം. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ആ കാരണങ്ങൾ പറഞ്ഞാൽ കാരണം കേൾക്കുന്നവൻ മടൽ വെട്ടി അടിക്കും. എന്ത് കാരണമെന്ന് ആമേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാരണമൊന്നും ഇനി നിലനിൽക്കത്തില്ല. ആമേൻ. നീ ഒരു ദൈവ പൈതലാണോ, ചില കാരണങ്ങളൊന്നും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കരുത്. ആമേൻ. ഇന്നലകളിലെ ചില കാരണങ്ങളല്ല നിന്റെ നാളെ നിശ്ചയിക്കുവാൻ പോകുന്നത്. ഇന്നലകളിലെ ചില കാരണങ്ങളല്ല, പറഞ്ഞ് മാറ്റി നിർത്തുവാനുള്ള ചില കാരണങ്ങളല്ല, നിന്റെ തകർച്ചയെ വിളിച്ചു പറഞ്ഞ, നിന്റെ തകർച്ചയെ പ്രവചിച്ച ചില കാരണങ്ങളല്ല. യേശുവാണ് നിന്റെ മുൻപിലോട്ട് നടത്തുവാൻ പോകുന്നത്. നിന്റെ മുൻപിലുള്ള ദിവസങ്ങളുടെ, നിന്റെ മുൻപിലുള്ള ജീവിതത്തിന്റെ ഭാഗധേയത്വം നിർണയിക്കുവാൻ പോകുന്നത് നീ ഇന്ന് കണ്ടെത്തുന്ന യേശുവാണ്. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന യേശുവാണ്. ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, ഇതേ യോഹന്നാൻ തന്നെ പറയുകയാണ്, അവിധത്തിൽ കാരണം സംശയലേശമില്ലാതെ കണ്ടെത്തിയ ഒരു കൂട്ടത്തെക്കുറിച്ച്. അതേ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. വ്യഭിചാരം, പാപം. ആമേൻ. നീ കണ്ടോ, ഞാൻ കണ്ടു, ഇവൻ കണ്ടു, അവൻ കണ്ടു, ഇവൻ കണ്ടു, ഞങ്ങളെല്ലാം കണ്ടവരാണ്. ആമേൻ. എല്ലാം തെളിവ്, ദൃക്സാക്ഷികളാണ്. കണ്ണുകൊണ്ട് കണ്ടവർ പിടിച്ച് ആമേൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. ആമേൻ. കാരണത്തിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ആമേൻ. യേശുവേ ഇത് കാരണമല്ലേ എന്ന് ചോദിച്ചാൽ യേശു പോലും ചമ്മിപ്പോകും. കാരണം കയ്യോടെ കണ്ടുപിടിച്ച വലിയൊരു കൂട്ടം. ആമേൻ, സ്തോത്രം. വ്യഭിചാരം, പാപമെന്ന ആമേൻ കാരണം. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാരണം കണ്ടുപിടിച്ചവർ തന്നെ പറയുന്നു, യേശുവേ ന്യായപ്രമാണവും ഇത് സമ്മതിക്കുന്നുണ്ട്. ആമേൻ. ന്യായപ്രമാണ പ്രകാരവും ഇത് പാപം 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 തന്നെയാണ്. ആമേൻ. യേശുവേ ന്യായപ്രമാണ പ്രകാരവും ഇത് പാപം തന്നെയാണ്. വലിയൊരു കാരണം. ആമേൻ. നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ആ കാരണത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമാക്കി മാറ്റി. ആമേൻ, ഹല്ലേലൂയ. ലോകം പറഞ്ഞ കാരണം മാത്രമല്ല, ന്യായപ്രമാണം അതേ ആവർത്തിച്ചു പറഞ്ഞ കാരണത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമാക്കി. എറിയുവാനായി ഉയർത്തപ്പെട്ട കരങ്ങളിലിരുന്ന കല്ലുകളെ താഴെ ഇടിയിപ്പിച്ച് ഭയന്നോടി വന്ന മരണം മുൻപിൽ കണ്ട് ഭയന്നോടി വന്ന ആ സ്ത്രീക്ക് പുതിയൊരു ജീവിതം നൽകിയ ദൈവം ഇന്ന് പകലിലും ആവർത്തിച്ച് കരണ്ണുനീരോടെ കേൾക്കുന്ന ചിലരുണ്ട്. എൻ്റെ ഇന്നലകളിൽ വന്നുപോയ വീഴ്ച, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചയുടെ അനുഭവം, ഞാൻ അറിഞ്ഞും അറിയാതെയും വീണുപോയ വീഴ്ചയുടെ അനുഭവങ്ങൾ ഇതാ വായി വിളർത്തി എൻ്റെ മുൻപിൽ നിൽക്കുന്നു. പലരുടെയും കയ്യിലെ കല്ലുകളായി എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ മാറിയിരിക്കുന്നു, പാപം മാറിയിരിക്കുന്നു. അയ്യോ, ഈ വീഴ്ച മുഖാന്തരം, ഈ പാപം മുഖാന്തരം, എൻ്റെ കുടുംബത്തിനകത്ത് കടന്നു വന്ന ഈ തകർച്ച മുഖാന്തരം, എൻ്റെ മക്കളിൽ വന്ന ഈ പ്രശ്നം മുഖാന്തരം, ഞാൻ കല്ലറി കൊണ്ട് വീഴുമല്ലോ എന്ന്, ഞാൻ ഈ മണ്ണിൽ വീണ് മരിക്കുമല്ലോ എന്ന്
വാക്കുകളേക്കാൾ ഓരാധേരെ കൂർത്തുമൂർത്ത ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ദുഷ്ടമനുഷ്യന്റെ മുമ്പിൽ ഞാൻ വീണുപോകുമല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, ഒരു കല്ലും നിന്റെ മേൽ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ ഓടി വന്നെത്തിയിരിക്കുന്നത് ദേശപ്രമാണിയുടെ ഭവനത്തിനകത്തല്ല. നീ ഓടി വന്നെത്തിയിരിക്കുന്നത് ലോകത്തിലൊരു ന്യായാധിപന്റെ ഭവനത്തിലല്ല. നീ ഓടി വന്നെത്തിയിരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കാൽക്കല. നിന്റെ അഭയം യേശുവിൻ്റെ കാൽക്കല. നിന്റെ അഭയം ചിറക് വിടർത്തി നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവം ഉണ്ട്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ കാരണം പറഞ്ഞ് ആമേൻ. എനിക്കറിയത്തില്ല ആരോടോ ആവർത്തിച്ച് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വൈകി വേളയിൽ നിർബന്ധിക്കുന്നു. ആ നിർബന്ധത്തിന് മുൻപിൽ ആ നിർബന്ധത്തിന് വഴങ്ങി വിളിച്ചു പറയട്ടെ, ആ കാരണങ്ങളിൽ തട്ടി നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതൊരു കാരണമാണ്. അതൊരു കാരണമാണ്. നിനക്കറിയാം, അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കാരണമാണ്. ഓ സ്തോത്രം. ആമേൻ. നീ കടക്കാരനായി മാറുവാനിടയായ കാരണം, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീർ വരുവാനുണ്ടായ കാരണം, ഓ ഷാറേ തീരെ ശന്ധു, താങ്ക് യു ലോർഡ്. നിന്റെ ജീവിതം ഇങ്ങനെയായി തീരുവാനുള്ള കാരണം സ്ട്രോങ് ആയിട്ടുള്ള കാരണമാണ്. സ്തോത്രം. അവർക്കറിയാം ഈ കാരണത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ യേശുവിന് കഴിയത്തില്ല. കാരണം മോശയും ന്യായപ്രമാണവും അത് തന്നെ പറയുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് മോശ പറഞ്ഞാൽ അവസാന വാക്കാണ്. പ്രവാചകഗണം, പ്രവാചകന്മാരുടെ വാക്ക്. ന്യായപ്രമാണം പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, തീർന്നു. പിന്നെ ഒരു മാറ്റമില്ല, വള്ളി പുള്ളി നീങ്ങത്തില്ല. പക്ഷേ യേശു പറയും, നിങ്ങളുടെ കാരണമൊന്നും ഒത്തുപോകത്തില്ല. കാരണം അവൾ വന്നിരിക്കുന്നത് എൻ്റെ മുൻപിലാണ്. ആമേൻ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ ഒരു കാരണവും നിൽക്കത്തില്ല. ലോകമേ, ദേശമേ കേൾക്ക്, നിന്റെ ഒരു കാരണവും എൻ്റെ ദൈവത്തിൻ്റെ മക്കളുടെ മുമ്പിൽ നിൽക്കത്തില്ല. ഓ റേദേരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ. മനുഷ്യനെ, പിശാചേ, ദേശത്തിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലമേ, ഈ വൈകിയ വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ കാരണങ്ങൾ എൻ്റെ യേശുവിന് മുൻപിൽ നിൽക്കത്തില്ല. കാരണം ഇവൾ വന്നിരിക്കുന്നത് യേശുവിന് മുൻപിലാണ്. കാരണം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവൻ യേശുവിന്റെ മുമ്പിലായിരിക്കുന്നു. ഓ റാധാരാ ഷേഖേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നോക്കൂ, അതേ യോഹന്നാൻ തന്നെ മറ്റൊരിടത്ത് വളരെ മനോഹരമായി ആ കാരണത്തെ വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിലെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി, ശ്രദ്ധിക്കേ, കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതാ കാരണം? നീ താമസിച്ചു. സ്തോത്രം. കാരണം എന്താ? നീ താമസിച്ചു. നീ വരേണ്ട സമയത്ത് വന്നില്ല. ഞാൻ ആളയച്ചപ്പോൾ നീ വന്നില്ല. എൻ്റെ കണ്ണുനീര് നീ കണ്ടില്ല. എൻ്റെ നിലവിളിയുടെ ശബ്ദം നീ കേട്ടില്ല. യേശുവേ, ഞാൻ പ്രാർത്ഥന മുറിക്കകത്ത് നിലവിളിച്ചപ്പോൾ നീ കേട്ടില്ല. ഞാൻ റോഡ് വക്കിൽ തലകുനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് ഉയർന്ന നിലവിളിയുടെ ശബ്ദം നീ കേട്ടില്ല. ഞാൻ അപമാനിക്കപ്പെട്ട് തലകുനിച്ചപ്പോൾ ഹൃദയം പൊട്ടി ഞാൻ വിളിച്ച വിളിയുടെ ശബ്ദം നീ കേട്ടില്ല. ഞാൻ ഒറ്റപ്പെട്ടവനായി തീർന്നപ്പോ, ഒപ്പമുള്ളവരെല്ലാം ശത്രുക്കളായി മാറിയപ്പോ, ചുറ്റുമുള്ളവരെല്ലാം കുറ്റം വിധിക്കുന്നവരായി മാറിയപ്പോ, യേശുവേ, എന്റെ നിലവിളിയുടെ ഒച്ച നീ കേട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് നീ വന്നില്ല. ഞാൻ കാത്തിരുന്ന സമയത്ത് നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ നിന്റെ പ്രവൃത്തി കൊണ്ടല്ലാതെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ കരഞ്ഞ രാത്രിയിൽ നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. ആ സ്ത്രീ പറയുക, യേശുവേ, ഇതല്ലേ, നീ വന്നിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഞങ്ങൾക്കറിയാം യേശുവേ, നീ അന്ന് പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ എൻ്റെ തലമുറ ഇങ്ങനെ ആകത്തില്ലായിരുന്നു. നീ അന്ന് പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ആകത്തില്ലായിരുന്നു. നീ അന്ന് എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ഞാനിങ്ങനെ തലകുനിച്ച് കടക്കാരനായി നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. നീ അന്ന് എനിക്ക് മറുപടി തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആശയറ്റവനായി
ആശയറ്റവളായി തീരുവാൻ ഇടവരത്തില്ലായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ആരത്തില്ലായിരുന്നു. പലപ്പോഴും നമുക്കറിയാം, ഉത്തരം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. നീ താമസിച്ച കർത്താവേ. അമ്മേൻ. ഓടി മാറിയിട്ടല്ല അവൾ പറയുന്നേ. അവളെ ലവന്മാരെ പോലെ ഭൂതമെന്ന് പറഞ്ഞ് ഓടിയൊന്നുമില്ല. അമ്മേൻ. അവൾ നിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞില്ല. ഇനി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞില്ല. അമ്മേൻ. അവനെ എതിരേറ്റിട്ട് പറയും, യേശുവേ കാരണം നീയാ. യേശുവേ എൻ്റെ അനിയത്തി വീട്ടിനകത്ത് കരയുന്നതിൻ്റെ കാരണം നീയാ. ഞാൻ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പെരുവഴിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം നീയാ. നീ അങ്ങോട്ട് നോക്ക് യേശുവേ. ലോകപ്രകാരം ജീവിച്ചവരൊക്കെ ഇരുന്ന് പരിഹസിക്കുക ഞങ്ങളെ കുറ്റം പറയുക യേശുവേ. യേശുവേ അവരൊക്കെ പറയുന്നുണ്ട്, അവൻ കുരുടന് കാഴ്ച കൊടുത്ത യേശു നിനക്കൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിന്റെ സഹോദരൻ്റെ പനി മാറ്റിയില്ലല്ലോ. യേശു എന്തൊക്കെയോ ചെയ്തെന്ന് ഞങ്ങളുടെ വാ കൊണ്ട് കേട്ടവരൊക്കെ യേശുവെ നോക്ക് പരിഹസിച്ചുകൊണ്ടിരിക്കുക. അവരാ കല്ലറയെന്ന് പോയിട്ടില്ല. ആമേൻ. യേശുവേ നാറ്റം വെച്ചിട്ട് 4 നാളായിട്ട് ഇവരൊന്നും പോയിട്ടില്ല യേശുവേ. കാരണം ഞങ്ങൾ അത്രമാത്രം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശുവേ. നിന്നെക്കുറിച്ച് പറയാത്തൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല യേശുവേ. നിനക്കറിയാമല്ലോ, നിനക്ക് വേണ്ടി ചിലവഴിക്കാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. നിനക്ക് വേണ്ടി മാറ്റിവെക്കാത്ത സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. നിന്റെ കൂടെ നടക്കാത്ത, നിന്റെ കൂടെ ഇരിക്കാത്ത, നിനക്കൊപ്പം ചിലവഴിക്കുവാനില്ലാത്ത സമയമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു യേശുവേ. ഞാൻ കാൽക്കീഴിലിരുന്നപ്പോ അവൾ വെപ്രാളപ്പെട്ടത് നിനക്ക് ഓർമ്മയില്ല യേശുവേ. നിനക്ക് എന്ത് തരണം? നീ പോകുമ്പോ എന്ത് തന്ന് നിന്നെ വിടും? നിന്നെ എങ്ങനെ തൃപ്തിയോടെ അയക്കുമെന്ന് അവൾ വെപ്രാളപ്പെട്ടത് ഓർമ്മയില്ല യേശുവേ. യേശുവേ അവരൊക്കെ കളിയാക്കുന്നത് അത് പറഞ്ഞിട്ടാ. മറിയേ, മാർത്തേ, നീയൊക്കെ വെറുതെ അവൻ്റെ കാൽ കീഴിലിരുന്നല്ലോ യേശുവേ. അവർ 4 ദിവസമായിട്ട് പോവാത്തത് അവർക്ക് കളിയാക്കി തീരാത്തത് കൊണ്ടാ, അവർ പരിഹസിച്ച് തീരാത്തത് കൊണ്ടാ യേശുവേ. ഞങ്ങൾക്ക് കാരണം അറിയാം. നീ താമസിച്ച് യേശുവേ. ഞങ്ങൾ മാറിപ്പോകത്തൊന്നുമില്ല. അമ്മേൻ. ഇത്ര കാലം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട്, ഇത്ര നാൾ നിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട്, എൻ്റെ സഹോദരൻ ജീവനോട് ഇരുന്നപ്പോൾ നിനക്ക് വേണ്ടി നിന്നിട്ട്, ബഥാനിയയിലൊരു ലാസർ അവൻ യേശുവിൻ്റെ സ്നേഹിതനാണെന്ന് ദേശം മുഴുവൻ അറിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പോകത്തില്ല. പക്ഷേ നീ താമസിച്ചു പോയി യേശുവേ. നീ താമസിച്ചു പോയി. അമേൻ. പലപ്പോഴും വിലപിക്കുന്നില്ലേ? അമേൻ. വചനം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ മഹാദൈവമായിട്ട് യേശുവിനെ വെളിപ്പാട് പുസ്തകകാരൻ കാണുമ്പോൾ കണ്ട മാത്രയിൽ വെട്ടിയിട്ട വാഴത്തട പോലെ താഴെ കിടന്നു. അമേൻ. കണ്ടതെന്താ? അവൻ്റെ കണ്ണിൽ നിന്ന് അഗ്നി ജ്വലിക്കുക. 3.5 വർഷക്കാലം താൻ കണ്ട യേശുവിനെ അല്ല കണ്ടേ. അഗ്നി ജ്വലിക്കുന്ന കണ്ണോടുകൂടെ യേശുവിനെ കാണുകയാണ്. യോഹന്നാൻ പറയുക, സുവിശേഷത്തിലെ ആ യേശു ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. കാരണം അവർ പറഞ്ഞതൊക്കെ ശരിയാ. യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീർ വാർത്തുകൊണ്ട് വചനം പറയുന്നു 11:43 ആ താമസം എന്ന കാരണം ദൈവപ്രവൃത്തിക്ക് കാരണമായി. കല്ലറയ്ക്കുള്ളിലായ പരിഹാസം കേൾക്കുവാൻ കാരണമായി തീർന്ന ആ സഹോദരിമാരുടെ മുമ്പിൽ കരയുവാൻ ഇടയായി തീർന്ന ആ കാരണത്തെ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി തീർത്ത യേശു ഇന്നും ജീവിക്കുന്നു. നീ ആ യേശുവിൻ്റെ മുൻപിലായിരിക്കുന്നു. നീ ഇപ്പോഴും മറിയെ പോലെ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നിനക്കറിയാം, യേശുവേ നീ താമസിച്ചു, യേശുവേ നീ വന്നില്ല, യേശുവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, യേശുവേ എൻ്റെ കരച്ചിൽ നീ കേട്ടില്ല. നീ കരഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിൽ നിൽക്കുക. കേൾക്ക്, ആ താമസത്തെ ദൈവപ്രവൃത്തിയുടെ കാരണമാക്കി മാറ്റുവാൻ എന്റെ യേശു. ഓ
ഹല്ലേലൂയ. ആമേൻ. നിനക്കറിയാമെന്നുള്ളതുപോലെ എൻ്റെ യേശുവിനറിയാം താമസിച്ചൊന്ന്. ഹല്ലേലൂയ. നിനക്കറിയുന്നതിനേക്കാൾ നല്ലതുപോലെ യേശുവിനറിയാം. കാരണം പുറപ്പെടാൻ സമയം ശിഷ്യനായ തോമസ് പറഞ്ഞതാ, യേശുവേ ഞങ്ങളും കൂടെ വരാം, കല്ലെറി കൊണ്ട് ചാവാൻ ഞങ്ങൾ റെഡിയാകും. താമസിച്ചു പോയെന്ന് അവർക്കറിയാം, താമസിച്ചു പോയെന്ന് യേശുവിനും അറിയാം. പക്ഷെ ആ താമസത്തെ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി എൻ്റെ യേശു മാറ്റുക. നീ കാത്തിരുന്ന കാത്തിരിപ്പിനെ ഉണ്ടല്ലോ, നീ കരഞ്ഞു തീർത്ത രാത്രികളെ ഉണ്ടല്ലോ, മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾക്കുണ്ടല്ലോ, എൻ്റെ ദൈവം ദൈവപ്രവൃത്തിയുടെ കാരണമാക്കി എൻ്റെ കർത്താവ് അതിനെ മാറ്റുവാൻ പോകുക. നീ യേശുവിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. നീ ഓടിപ്പോയിട്ടില്ലാത്തത് കൊണ്ട്, നീ മടുത്ത് പിന്മാറിപ്പോയിട്ടില്ലാത്തത് കൊണ്ട്, നീ ഇല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല എന്ന് ഈ കാത്തിരിപ്പിന് അവസാനവും നീ വിളിച്ചു പറയുന്നത് കൊണ്ട്, താമസമാണ് കാരണം എന്ന് പറയുന്ന സഹോദരി, താമസിച്ചു പോയി എന്ന് വിലപിക്കുന്ന മാതാവേ, വിലപിക്കുന്ന ദേശമേ, വിലപിക്കുന്ന കുടുംബമേ, തിരിച്ചറിയ ആ താമസത്തെ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വെറുതെ താമസിപ്പിച്ച് വെറുതെ കരയുന്ന അല്ല. 11:45 പറയുന്നു, അനേകർ വിശ്വസിക്കുവാൻ കാരണമായി. എൻ്റെ യേശു കുറച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ദേശം നിന്നിലൂടെ എൻ്റെ യേശുവിനെ വിശ്വസിക്കുവാൻ പോകുക. നീ കുറച്ചധികം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ചില സ്ഥാനങ്ങളിൽ തലകുനിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, നീ വീട്ടിൽ പോലും കയറത്തില്ല എന്ന്, എനിക്കെൻ്റെ വീട്ടിനകത്ത് പോകണ്ട എന്ന്, എനിക്കെൻ്റെ വീട്ടിൽ ഇരിക്കണ്ട എന്ന്, നീ ചില സ്ഥലങ്ങളിൽ സ്റ്റക്കായി നിന്ന് തലമുറകളുടെ മുഖത്ത് പോലും നോക്കുവാൻ കഴിയാതെ പ്രിയ മാതാവേ നീ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നോക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ, നിനക്കൊരു ദൈവമുണ്ടെന്ന്. കുരുടന് കാഴ്ച കൊടുത്തവൻ അവൻ കുരുട്ട് കണ്ണിനൊപ്പം പോയില്ല എന്ന്, മരിച്ചവനെ ഉയർപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിനെ മരിച്ചതിനെ തിരിച്ചു തരുവാൻ, നാറ്റം വെച്ചതിനെ തിരിച്ചു വരുവാൻ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി അവൻ വരുന്നത്. ആമേൻ. മാർത്തയും മറിയയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ ഇവനൊക്കെ കളിയാക്കി തീരാത്തോണ്ട് വീട്ടിൽ പോകത്തെന്നാണ്. പക്ഷെ കർത്താവിനറിയാം അവനൊക്കെ കുത്തിയിരിക്കുന്നേ വിശ്വസിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദേശം വിശ്വസിക്കുവാനുള്ളത് നിന്റെ വീട്ടിനകത്തുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എത്ര പേർക്ക് മനസ്സിലായി? ദേശം വിശ്വസിക്കുവാനുള്ളത്. ഓ നിന്റെ ദേശം യേശുവിനെ അറിയുവാനുള്ളത്, നിന്റെ കുടുംബം യേശുവിനെ അറിയുവാനുള്ളത്, നിന്റെ പട്ടണം യേശുവിനെ അറിയുവാനുള്ളത് നിന്റെ വീട്ടിനകത്തുണ്ട്. നിന്റെ കണ്ണുനീരായി നാറ്റം വെച്ച അനുഭവത്തിൽ നീ പോലും എത്തി നോക്കാത്ത എത്തി നോക്കാത്ത ചില വിഷയങ്ങൾക്ക് സ്വർഗ്ഗമെന്ന് മറുപടി നൽകിയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. തീർന്നില്ല. ആമേൻ. ആ താമസം അഥവാ കാരണം യോഹന്നാൻ പറയുക 11:40 വിശ്വസിച്ചവർ മഹത്വം കാണുവാൻ കാരണമായി മാറി. ഓ റാധേരേഷന്ധാർഗന. ആമേൻ. ഹല്ലേലൂയ. യേശു മർത്തയോടും മറിയയോടും ബഥാനിയയിലെ ലാസറിനോട് ചുറ്റും കൂടി നിന്നവരെ മുമ്പിൽ നിർത്തി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാ, മർത്തേ മറിയേ, ലാസറേ, ഞാൻ നിങ്ങൾക്ക് പനി മാറ്റി തരുന്ന ദൈവമല്ല, ഞാൻ നിങ്ങൾക്ക് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. പനി മാറിയവൻ്റെ കൂടെ, ജലദോഷം മാറിയവൻ്റെ കൂടെ നിന്നെ ഒന്ന് ഉപമിക്കരുതേ. നിങ്ങൾ വേറെ ലെവലാ. ആമേൻ. മാർത്തേ നീ വേറെ ലെവലാ, മറിയേ നീ വേറെ ലെവലാ, ലാസറേ നീ വേറെ ലെവലാ. നിന്നെ ചത്താലും ഞാൻ വിടത്തില്ല, ആര് കെട്ടിവെച്ചാലും ഞാൻ വിടത്തില്ല, ആര് കല്ലുരുട്ടി വെച്ചാലും ഞാൻ വിടത്തില്ല. നിന്നെ കല്ലുരുട്ടി ഒതുക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി വരും. ആമേൻ. യേശുവിൻ നാമത്തിൽ നീ മഹത്വം കാണും. ഓ രാധാരാശഖ, നിനക്ക് വ്യക്തമായി അറിയാം നീ താമസിച്ചു പോയി. യേശുവേ നീ താമസിച്ചു പോയി. യേശു താമസിച്ചിട്ടുണ്ടെങ്കിൽ നീ മഹത്വം കാണും. മറിയേ, യേശു താമസിച്ചത് നീ അറിഞ്ഞുവെങ്കിൽ, മാർത്തേ, യേശു താമസിച്ചത് നീ അറിഞ്ഞുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഓ റിദേരേഷന്ധാർഗൻ. ഹല്ലേലൂയ. ആമേൻ. തീർന്നില്ല. ആ കാരണം അഥവാ താമസം യോഹന്നാൻ പറയുക 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, ലാസറിന്റെ വീട് ബഥാനിയ
ഒരു വിരുന്ന് വീടായി മാറുവാൻ കാരണമായി മാറി. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചിലരോടായി ഞാൻ പറയട്ടെ, നീ കരഞ്ഞ് തളർന്ന, ആരും വരണ്ട എന്ന് വിചാരിച്ച് വാതിലടച്ചിട്ട, ആമേൻ, എൻ്റെ വീട്ടിൽ ആരും വരണ്ട, ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് ആരും വരണ്ട, ഞങ്ങളുടെ വിശേഷം അറിയാൻ ഇവിടെ ആരും വരണ്ട, ഞങ്ങളുടെ നല്ലതറിയാൻ ആരും വരണ്ട, ഞങ്ങളുടെ ദോഷമറിയാൻ ആരും വരണ്ട, മുറിയടച്ചിരുത്ത നിൻ്റെ ആ വീടുണ്ടല്ലോ, അത് വിരുന്ന് വീടായി മാറുവാൻ പോകുക 2025. ഓ സ്തോത്രം. പ്രാധാരാക്ഷിയാറത്തിലെ ചില ഭവനങ്ങൾ എൻ്റെ യേശു വിരുന്ന് വീടാക്കി. ഓ റാധാരാക്ഷിയാറത്തിലെ ശന്താർഗൻ യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥയെ എൻ്റെ യേശു മാറ്റുക. പദം പറയുന്ന, കണ്ണുനീർ വീഴുന്ന, വിലപിക്കുന്ന ഒരു ഭ്രാന്തിയെ പോലെ, ഭ്രാന്തനെ പോലെ പിറുപിറുക്കുന്ന നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥയെ വിരുന്ന് വീടാക്കി. ഓ യെസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ഒരു വിരുന്ന് വീടിൻ്റെ അനുഭവം. ഓ റൈതേരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നീ ആമേൻ ഒത്തിരി പേർക്ക് വേണ്ടി നിന്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക. നീ അടച്ചിട്ട നിന്റെ വീട്ടിൻ്റെ വാതിലുകൾ ആരും വരണ്ട എന്ന്, ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരണ്ട എന്ന്, ഞങ്ങളുടെ വീട്ടിൽ വരുവാനും കാണുവാനുമുള്ള നല്ലതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നീ അടച്ചിട്ട വാതിലുകളുണ്ടല്ലോ, ഈ 2025 പകുതി കഴിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ആമേൻ സ്തോത്രം, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഓ റാധാരാ ശന്തോർഗന പ്രവർത്തിച്ച് നീ ആ വാതിലുകളെ തുറന്നു കൊടുക്കുക. യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനം വിരുന്ന് വീടായി, നിന്റെ ഭവനം വിരുന്ന് വീടായി. ഓ അത് നടക്കത്തില്ല എന്ന് ലോകം പറയും. മകളുടെ വിവാഹം നടക്കത്തില്ല എന്ന്, മകൻ്റെ വിവാഹം നടക്കത്തില്ല എന്ന്, അവൻ ഡിഗ്രിക്കാരനാകത്തില്ല എന്ന്, അവൾ ഡിഗ്രിക്കാരി ആകത്തില്ല എന്ന്, നിന്റെ വീട്ടിലൊരു സന്തോഷം ഉണ്ടാകത്തില്ല എന്ന്, നിന്റെ വീട്ടിലൊരു നല്ല കാര്യം ഉണ്ടാകത്തില്ല എന്ന്, നിനക്കൊരു വിവാഹം നടക്കത്തില്ല എന്ന് കേൾക്ക്. ഇന്ന് ഈ ഫെബ്രുവരി 23 ദിവസം ഈ വൈകുന്നേരം ആമേൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ 5:49 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, 2025 ആമേൻ നിന്റെ ഭവനത്തെ വിരുന്ന് വീടാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിക്കായി ഒരുങ്ങിക്കോ. ഈ താമസം വന്നത് നീ കാത്തിരിക്കേണ്ട. ഓ റാധാരാഷേ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. യോഹന്നാന് എഴുതിയിട്ട് കൊതി തീരുന്നില്ല. സ്തോത്രം. നിർത്താതെ പറയുക, ആ വീട്ടിനകത്ത് സൗരഭ്യം നിറഞ്ഞു. 12:3. ഏത് വീടാ? മർത്തയും മറിയയും കരഞ്ഞ് നിലവിളിച്ച വീട്. പ്രാണപ്രിയനായ സഹോദരൻ നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം വീണ കണ്ണുനീരല്ല, ചുറ്റുമിരുന്ന് പരിഹസിക്കുന്നവനെയൊക്കെ കണ്ണ് നിറയെ കണ്ടതുകൊണ്ട് വീണ കണ്ണുനീരല്ല, പ്രിയം വെച്ച യേശു വരാത്തത് കൊണ്ട് കൂടെ കരഞ്ഞ കണ്ണുനീർ കൊണ്ട് നാറ്റം വെച്ച ഭവനം. ലാസർ കല്ലറയിലായതുകൊണ്ട് നാറിപ്പോയ ഭവനം, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഭവനം, പഴികേട്ട ഭവനം, നിരാശയുടെയും വേദനയുടെയും അലയൊലി ഉയർന്ന നാറ്റമായി മാറിയ ഭവനം. ആ ഭവനത്തിനകത്ത് സൗരഭ്യം വന്ന് നിറയുക. ഓ താങ്ക് യു ലോർഡ്, ആമേൻ. നിനക്കറിയാം യേശു താമസിച്ചു, നിനക്കതറിയാം യേശു താമസിച്ചു, യേശു താമസിച്ചു. താമസിച്ചതുകൊണ്ട് വീണ കണ്ണുനീർ, ആ കണ്ണുനീർ വീണ് കുതിർന്ന് നാറ്റമായി മാറിയ നിന്റെ കിടക്കറയിൽ, നിന്റെ ഭവനത്തിനകത്ത് സൗരഭ്യം ഉയരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേ. കാരണം നോക്കി
മാറി നിൽക്കേണ്ട, മാറ്റി നിർത്തുന്ന ഒരു യേശുവിൻ്റെ അടുക്കലല്ല നീ വന്നത്. കാരണം പലതായിരിക്കാം. നിനക്ക് പറയുവാൻ 100 കാണും കാരണം, നിന്നെ അറിയുന്നവർക്ക് പറയുവാൻ 100 കാണും കാരണം. അവർ പലത് പറയും, പല പല കാരണങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയും. നിന്നെ കുറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും വേണ്ടി കാരണങ്ങൾ തപ്പി നടക്കുന്നവർ ഇനിയും ഉണ്ടാകാം. വിട്ടുമാറാതെ നിന്നവർ കുറ്റം പറഞ്ഞേക്കാം. കേൾക്ക്, ആ കാരണങ്ങളെ കണ്ട് മാറിപ്പോകുന്നവനല്ല, ആ കാരണത്തെ മാറ്റി നിർത്തി ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി നിന്നെ മാറ്റുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ വൈകിയ വേളയിലായിരിക്കുക. യേശുവിൻ നാമത്തിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ കുറ്റപ്പെടുത്തുവാനുള്ള കാരണങ്ങളെ എനിക്കിനി അറിയണ്ട. ആമേൻ. പരിഹസിക്കപ്പെടുവാനിടയായ കാരണങ്ങൾ എനിക്കിനി അറിയണ്ട. എൻ്റെ കുടുംബത്തിന്റെ ശാപം എനിക്കിനി അറിയണ്ട. എൻ്റെ ദേശത്തിന്റെ ശാപം എനിക്കിനി അറിയണ്ട. ഞാൻ വന്നുപോയി, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളുടെ പാപം എനിക്കിനി അറിയണ്ട. ഞാനിപ്പോൾ യേശുവിൻ്റെ മുമ്പിലാ. ഇനി ഒരു കല്ലും എൻ്റെ നേരെ വീഴത്തില്ല. ഇനി ഒരുത്തനും എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇനി ഒരുത്തനും പരിഹാസികളുടെ കൂട്ടമായി എൻ്റെ ചുറ്റും ഇരിക്കത്തില്ല. അവൻ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വാസിയാ. യെസ്, യേശുവിൻ നാമത്തിൽ. അവൾ നിന്നെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, അവൾ നിന്നെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഓടി നടന്ന് ആരാധിക്കുന്നവളെ എന്ന്, പ്രാർത്ഥിച്ച് കൊതി തീരാത്തവളെ എന്ന്, നിനക്ക് ഭ്രാന്താണെന്ന് നീ ഇങ്ങനെ ചിലവഴിക്കുന്നത് നിനക്ക് ഭ്രാന്തായത് കൊണ്ടാണ്. ഓ സഹോദരി കേൾക്ക്, നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവൻ അവൻ വിശ്വാസിയാ. നിന്നെക്കാൾ ഉച്ചത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുവാൻ പോകുക. നീ പറഞ്ഞതിനേക്കാളും ഉച്ചത്തിൽ ദേശത്തിൽ നിന്നെ അപമാനിച്ചവൻ, നിന്റെ വീട്ടിനകത്ത് നിന്നെ അപമാനിച്ച നിന്റെ പങ്കാളി, ദൈവങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും. കാരണങ്ങൾ പലതും ദൈവപ്രവൃത്തിക്ക് കാരണമായി ഈ വൈകിയ വേളയിൽ മാറുവാൻ പോകുക. കാരണം നീ യേശുവിൻ്റെ അടുക്കല. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. കാരണം നീ യേശുവിൻ്റെ അടുക്കല. ഇന്ന് രാത്രി നീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഓ റാധേരെ ശാന്താർഗന, യേശുവിൻ നാമത്തിൽ. അവൻ്റെ അപ്പനോ അമ്മയോ, ആമേൻ, എൻ്റെ യേശുവിന് അത് വിഷയമല്ല. ആമേൻ. നിന്റെ അപ്പൻ്റെ വീഴ്ച എൻ്റെ യേശുവിന് വിഷയമല്ല. നിന്റെ അമ്മയുടെ വീഴ്ച എൻ്റെ യേശുവിന് വിഷയമല്ല. നിന്റെ കുടുംബത്തിൻ്റെ വീഴ്ച എൻ്റെ യേശുവിന് വിഷയമല്ല. നീ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിന്റെ ദേശത്തിലെ ശാപം എൻ്റെ യേശുവിന് വിഷയമല്ല. നീ പുറത്തു വരരുതെന്ന് ദേശത്തിലെ മന്ത്രവാദിയും ആഭിചാരകനും ക്ഷുദ്രപ്രയോഗകനും ചെയ്തു കൂട്ടിവെച്ചത് എൻ്റെ യേശുവിന് വിഷയമല്ല. നീ വൈകിയ വേളയിൽ യേശുവിൻ്റെ അടുക്കലായിരിക്കുന്നത്. കാരണം അന്വേഷിച്ച പലവന്മാർ ചുറ്റും കാണും. കാരണം നോക്കി നടന്ന പലവർ ചുറ്റും കാണും. എൻ്റെ യേശു കാരണം നോക്കി നടക്കുന്നവനല്ല. ഓ റാധേരെ ശാന്താർഗന, ഈ രാത്രിയിലും എൻ്റെ യേശുവിനെ വിളിച്ചു പറയുവാനുണ്ട്. നീ ദൈവപ്രവൃത്തിക്ക് കാരണമായി മാറുവാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ കണ്ണുനീർ ദൈവപ്രവൃത്തിക്ക് കാരണമായി മാറുവാൻ പോകുക. തെരിക്കോണിൽ നീ തലകുനിച്ചു നിന്നത് ദൈവപ്രവൃത്തിക്ക് കാരണമായി മാറുവാൻ പോകുക. വീട്ടിന് പുറത്ത് ഒരു നായെപ്പോലെ നീ തലകുനിച്ചു നിന്നത്, നീ കരഞ്ഞു വഴുകിയത് ദൈവപ്രവൃത്തിക്ക്. Thank you, Jesus. Hallelujah. നന്ദി കർത്താവേ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവപ്രവൃത്തി തീർന്നിട്ടില്ല. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. അവർ പരിഹസിച്ചത് കൊണ്ട്, അവർ കളിയാക്കുന്നത് കൊണ്ട്, അവർ കുറ്റം പറയുന്നത് കൊണ്ട് ദൈവപ്രവൃത്തി തീർന്നു പോയിട്ടില്ല. ദൈവപ്രവൃത്തി അവസാനിച്ചു പോയിട്ടില്ല. ആ ദൈവപ്രവൃത്തി ഇന്ന് നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുക. ഓ താങ്ക് യു ലോർഡ്. Hallelujah. Sharedhere Shantorian യേശുവിൻ നാമത്തിൽ. Hallelujah. Praise the Lord. Hallelujah. Oh Sharedhere നന്മ പ്രാപിക്കും നിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഏതും വരികയില്ല. നന്മ പ്രാപിക്കും നിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഏതും ശാന്തമാക്കും.
കാഴ്ച കാണുവാൻ അവൻ മതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. പ്രാപിക്കും ജന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ വേഗം വരികയില്ല. പ്രാപിക്കും ജന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ വേഗം വരികയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.